ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. രാഷ്ട്രവികസനമെന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ പിഎം സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇൻഡോ പസഫിക് സുരക്ഷയും പ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രവികസനമെന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. നേതാക്കളെയും നയങ്ങളെയും സർക്കാരിനെയും എല്ലാം വിമർശിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ വിമർശനങ്ങളിൽ സത്യം ഉണ്ടാകണമെന്നും അതാണ് യഥാർത്ഥ വിമർശനമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിയാത്മക പത്രപ്രവർത്തനമെന്നാൽ സമൂഹത്തിൽ ശരിയായ ചിന്ത എത്തിച്ച് സമൂഹത്തെ ഉണർത്തുക എന്നുള്ളതാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ദീപിക ദിനപത്രത്തിന്റെ 140ാം വാർഷിക ആഘോഷ പരിപാടികൾ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. We want to be the most developed nation by 2047. That cannot be achieved without the contribution of every section of the society. The nation development is not the duty of one single individual or one single party or one single government. It is the primary duty of every citizen of this country. So we should not see politics in everything. We should see development in everything. സാമൂഹിക സാഹോദര്യവും വിദ്യാഭ്യാസവും പ്രചരിപ്പിക്കുന്നതിൽ ദീപിക ദിനപത്രം സുപ്രധാന പങ്ക് വഹിച്ചതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്ത് ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. ആകാശവാണിയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നെതർലാൻഡ് സന്ദർശന വേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് ഫലകങ്ങൾ പ്രത്യേക ചടങ്ങിലൂടെ ഇന്ത്യയ്ക്ക് തിരികെ ലഭിച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. വലുതും ചെറുതുമായ 24 ചെമ്പ് ഫലകങ്ങൾ തിരികെ ലഭിച്ചവയിൽ ഉൾപ്പെടുന്നു. ഛത്തീസ്ഗഡിലെ മൽഹാറിൽ 6ാം നൂറ്റാണ്ടിലെ പാണ്ഡുവംശി രാജവംശത്തിലെ മഹർഷി ബാലാർജുനനുമായി ബന്ധപ്പെട്ട 3 അപൂർവ ചെമ്പ് ഫലകങ്ങൾ കണ്ടെത്തിയതായി അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. नीदरलैंड्स में आयोजित एक विशेष समारोह में चोला काल की प्राचीन ताम्र पट्टिकाएं भारत को वापस सौंपी गई. इनमें 21 बड़ी और 3 छोटी ताम्र पट्टिकाएं हैं. ये मुख्य रूप से राजा चोला के एक वचन को पूरा करने से जुड़ी. റാഞ്ചിയിൽ നടന്ന ദേശീയ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ മത്സരത്തിൽ പങ്കെടുത്ത 800ഓളം കായിക താരങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സൌജന്യമായി നീന്തൽ പരിശീലനം നൽകി 15,000-ലധികം ആളുകളെ നീന്തൽ പഠിപ്പിച്ച ആലുവ സ്വദേശി സജി വളശ്ശേരിലിന്റെ സേവനങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ 15ഓളം സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ എന്ന അധ്യാപികയും പ്രധാനമന്ത്രി പ്രശംസിച്ചു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ വീതം സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ചെറിയ സംഭാവനകളിലൂടെ സമാഹരിച്ച 40 ലക്ഷം രൂപയുടെ ചെക്ക് ഗിരിജ അമ്മ തനിക്ക് കൈമാറിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. तमिलनाडु के नागरकोइल में मेरी मुलाकात एक टीचर से हुई. मैं बात कर रहा हूँ गिरिजा अम्मा जी की. गिरिजा अम्मा जी करीब 15 स्कूल चलाती हैं. इनमें चेन्नई का जय गोपाल गरोडिया हिंदू विद्यालय बहुत प्रमुख है. उनकी देशभक्ति की भावना हर भारतवासी को प्रेरित करने वाली है. തെരുവോര കച്ചവടക്കാരെ പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിച്ച ജനക്ഷേമ പദ്ധതി പിഎം സ്വനിധി 2030 ഡിസംബർ വരെ നീട്ടിയതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. പദ്ധതിയുടെ 6ാം വാർഷികത്തോടനുബന്ധിച്ച് ത്രിപുരയിലെ അഗർത്തലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകളും QR കോഡ് ക്രെഡിറ്റ് കാർഡുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു.
കച്ചവടക്കാർക്ക് ദിവസേന പലിശരഹിത ഇടപാടുകൾ നടത്താൻ പുതിയ ക്രെഡിറ്റ് കാർഡുകൾ സഹായിക്കും. ചടങ്ങിൽ ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ പങ്കെടുത്തു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളെ മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം ഒരു മാസം നീണ്ടുനിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ എക്സ് ഹാൻഡിലും ലഭ്യമാണ്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. ഇന്ന് നടന്ന ആവേശകരമായ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്തോനേഷ്യൻ സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം. ഗുജറാത്ത് ടൈറ്റൻസും നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് പോരാട്ടം. ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്. ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് വിൻ പോർട്ടലും നാളെ ഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. കൂടാതെ ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിനായി ജൽ സഞ്ജയ്, ജൻ ഭാഗീധാരി, ക്യാച്ച് ദി റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണ്ണയത്തിനും നിരീക്ഷണത്തിനുമായി ഉപഗ്രഹ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ISROയും തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ രണ്ടാം സംവാദം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനികക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ സംബന്ധിച്ച് ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും ചർച്ചയായേക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓൺമാർക്ക് പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് CBSE. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, IIT എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചകൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും തിരിച്ചറിഞ്ഞവ പരിഹരിച്ചതായും CBSE അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തിയാണ് രുദ്രപ്രയാഗ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. നിലവിൽ പാതയിലുള്ള തീർത്ഥാടകരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ PM സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇൻഡോ പസഫിക് സുരക്ഷയും സുപ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.